എന്നെ സ്നേഹിക്കുന്നു, ഞാൻ എന്നെ തന്നെ സ്വീകരിക്കുന്നു, ഞാൻ എന്നെ തന്നെ സ്വാഗതം ചെയ്യുന്നു, ഞാൻ സ്നേഹം അറിയിക്കുന്നു. നമ്മൾ നമ്മളെ കുറിച്ചൊന്ന് ആലോചിച്ചു അല്ലേ 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 അങ്ങനെ തോന്നിയില്ലേ? ഓക്കെ, നമ്മൾ പവർഫുൾ ആണെന്ന് നമുക്ക് ഒരു നിമിഷം നമുക്ക് തോന്നിയല്ലേ? നമ്മളെല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യാണ് ഉഷാറ്, പക്ഷെ സ്വന്തത്തിൽ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യലില്ലല്ലോ. ഇല്ല. അപ്പൊ അതാണ് ഫസ്റ്റ് നമുക്ക് വേണ്ടത് ലൈഫിൽ. നമ്മളെ സ്നേഹിക്കുക, നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുക, നമ്മളെ റെസ്പെക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് അങ്ങോട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, നമുക്ക് ഒന്നും ഇല്ലാത്തൊരു ഗ്ലാസ്സിൽ നിന്ന് നമുക്ക് ഒരു വെള്ളമെങ്കിലും ഒഴിച്ചെടുക്കാൻ പറ്റുമോ വേറെ ഗ്ലാസ്സിക്ക്? ഇല്ലല്ലോ. അപ്പൊ ആദ്യം അതിലെന്ത് വേണം? വെള്ളം വേണം, എന്നാലേ അങ്ങോട്ട് ഒഴിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കണമെങ്കിൽ ആദ്യം എന്ത് വേണം? നമുക്ക് നമ്മളോട് സ്നേഹം തോന്നണം, എങ്കിലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ചുറ്റുപാടുള്ള ആൾക്കാരെ നമുക്ക് സ്നേഹിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി ഞാൻ പോകുന്ന കുറച്ചൊരു കാര്യങ്ങൾ, നമ്മുടെ ഈ ഏജിലുള്ള കുറച്ച് കാര്യങ്ങൾ പറയാണ്, ജസ്റ്റ് ഒരു അവയർനെസ്. ഓക്കെ, നമ്മുടെ ഈ ഏജില് ഏറ്റവും കൂടുതൽ എന്ത് കാര്യത്തിന് നമുക്ക് ഒരു കുറ്റപ്പെടുത്തൽ ഉണ്ടാവുക? എന്ത് സംസാരിക്കുമ്പോൾ ഒരു വാക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. എന്താണ് ആ കാര്യം? പഠിക്ക. അതുണ്ട്, അത് പ്രൈമാണ്. അതിനിപ്പോ എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റൂല. അല്ലാതെ നമ്മൾ ബിഹേവിയറിലൊക്കെ ഒരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. അതായത് നമ്മൾ ടീനേജ് ആവുമ്പോ നമുക്ക് ഡെവലപ്പ് ചെയ്യുന്ന ഒരു സെൻസ് ഉണ്ട്. ഓക്കെ, സെൻസ് ഓഫ് സെൽഫ് എന്ന് പറയും. എന്ന് വെച്ചാൽ ഞാൻ എന്നൊരു ബോധം. ഓക്കെ, ആ ഞാൻ എന്നൊരു ബോധം വരുന്ന സമയത്ത് നമുക്ക് ഒരു തോന്നലുണ്ട്, എന്താണ്? എനിക്കൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, എനിക്കൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഇത് ഉള്ളിൽ നിന്ന് വരും. എന്ന് വെച്ചാൽ മുന്നേ നമുക്ക് ചെയ്യാൻ പറ്റാത്ത, നമ്മൾ ഭയങ്കര ഡിപ്പെൻഡബിൾ ആവും. കുറച്ചൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്ന ഒരു ഏജാണ് ഒരു ടീനേജ് എന്ന് പറഞ്ഞ കാലഘട്ടം മുതൽ. അപ്പൊ അത് പല രീതിക്കുണ്ട് കേട്ടോ. പല രീതിക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും അതിനെ സപ്പോർട്ട് ചെയ്തിരിക്കണമെങ്കിൽ നല്ല രീതിക്ക് എന്റെ മോറൽസും എത്തിക്സും ഒക്കെ നമ്മൾ അംഗീകരിക്കും. അത് ശരിക്കും എന്ത് ചെയ്തിട്ടില്ല, നെഗ്ലക്ട് ചെയ്യുക അല്ലെങ്കിൽ കളിയാക്കുക, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അത് കിട്ടിയിട്ടുണ്ടാ? കളിയാക്കല് കിട്ടിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ചീത്ത കേട്ടിട്ടുണ്ടാ? നീ 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 അത് അപ്പൊ എപ്പോഴും കേൾക്കണല്ലേ നീ 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 അല്ലെ? ഈ അല്ലെങ്കിൽ നമ്മളെ ഭാഷയില് ഈ എന്ന് പറഞ്ഞാൽ കേക്കല്ലേ? അന്റെ ഒരു തോന്നല് അല്ലെ? അതാണ് ഞാൻ ചോദിച്ച വേർഡ്. അന്റത് കേട്ട് 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 നമുക്ക് എന്തായിട്ടുണ്ടാവും? തേമ്പിച്ചിട്ടുണ്ടാവും അല്ലെ? അന്റെ ഒരു സ്വഭാവം അല്ലെ? അപ്പൊ നമ്മൾ എന്താ വെച്ചാല് നമ്മൾ ഈ ഒരു സമയത്ത് ഡെവലപ്പ് ചെയ്യുന്നതാണ് സെൻസ് ഓഫ് സെൽഫ്. അപ്പൊ നമ്മൾ സ്വന്തമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യലൊക്കെ തുടങ്ങും. നമ്മളെ ചില ബിഹേവിയർ ചേഞ്ചസ് ഒക്കെ വരൽ തുടങ്ങും അല്ലെ? കാരണം ഒരുപാട് ശരീരത്ത് മാറ്റങ്ങൾ വരുന്നു, ഹോർമോണൽ മാറ്റങ്ങൾ വരുന്നു, മനസ്സിലും മാറ്റങ്ങൾ വരുന്നു. പക്ഷെ നമ്മൾ അറിയണ്ട, ശരീരത്ത് നടക്കുന്നത് നമ്മൾ അറിയണ്ട്. ഹോർമോണിൽ ഇതെന്താ ഈ സംഭവിക്കണേ? മൂഡ് സ്വിങ്സ് ഒക്കെ അല്ലേ? മൂഡ് ചേഞ്ച്, എന്തൊക്കെ സംഭവം നമ്മൾ അറിയണില്ല. അത് നമ്മളെ ശരീരത്തില് ഒരു ഫീമെയിൽ അല്ലെ? നമ്മളൊരു ഫീമെയിലാണ്. അപ്പൊ ഫീമെയിൽ ഒരുപാട് ഹോർമോൺസ് കൂടി വരുന്ന ഒരു സമയമാണ്. അപ്പൊ നമുക്ക് എന്താവും? അതിന്റെ ഡെവലപ്മെന്റ്സ് വന്ന് തുടങ്ങും. ശരീരത്തും ആ ഹോർമോണിന്റെ പാർട്ടായിട്ട് നമ്മളെ ശരീരം ഒന്നാകെ മാറ്റങ്ങൾ വന്നു തുടങ്ങും. അതേപോലെ അത് എന്തിനെ ഇമ്പാക്ട് ചെയ്യും? നമ്മളെ ബ്രെയിനിനെ ഇമ്പാക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ഈ സമയത്ത് വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ് സെൻസ് ഓഫ് സെൽഫ്. അല്ലെങ്കിൽ വേറൊരു തരത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് വരാ? ഒരു ഐഡന്റിറ്റി നമ്മൾ ഉണ്ടാക്കുക. നമുക്കൊരു ഐഡന്റിറ്റി വന്നു തുടങ്ങും. ഞാൻ എന്ന് എന്റെ പേരിലൊക്കെ ഒരിത്, എനിക്കൊരു സിഗ്നേച്ചർ വേണം, ഒരു ഒപ്പ് വേണം. അത് എനിക്ക് കുറച്ച് കാര്യങ്ങൾ എനിക്ക് എന്ന് പറഞ്ഞങ്ങാണ്ട് നമ്മൾ തുടങ്ങുന്ന ഒരു പ്രായമാണ്. അത് തെറ്റില്ല കേട്ടോ. അപ്പൊ അതിന്റെ കൂടെ നമുക്ക് വരുന്ന നല്ലൊരു പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാം. ഒരു പ്രത്യേക പേഴ്സണാലിറ്റി നമ്മൾ ഡെവലപ്പ് ചെയ്യലും. അതൊക്കെ ഈ ഏജിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ ഏജ് കൂടുന്തോറും അതിങ്ങനെ എന്ത് ചെയ്യും? ഇങ്ങനെ അത് കൂടിക്കൊണ്ടിരിക്കും. ഇതിന്റെ ഇടയ്ക്ക് വേറൊരു സംഗതി നടക്കുന്നുണ്ട്. ഈ ഹോർമോൺസ് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. നിങ്ങൾ തെറ്റല്ല, പക്ഷെ ഓപ്പോസിറ്റ് സെക്സിനോട് ഒരു അട്രാക്ഷൻ, അത് ഈ ഹോർമോൺസിൽ നിന്ന് വരുന്ന സംഗതിയാ. അത് വരെയില്ലാത്ത തന്നെ ചെക്കനെ കാണുമ്പോ നമുക്കൊരു ക്രഷ്, ഓന് അത് വരെയും ചെറിയ കുട്ടിയാകുമ്പോ ഇങ്ങനെ പോയിന് ഈ ഒരു ഏജ് എത്തുമ്പോൾ രസമുണ്ടല്ലേ? ആദ്യമൊക്കെ അങ്ങനെയാണ്. പിന്നെ 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 ബാക്കി കാറ്റ് അത് ഇതിന്റെ പാർട്ടായിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, പക്ഷെ അത് എന്ത് ചെയ്യണം? വിത്തിൻ കൺട്രോൾ കൊണ്ടുവരണം കേട്ടാ. നമ്മളെ കൺട്രോൾ അങ്ങോട്ട് പോവരുത്. അത് നമുക്ക് പറയാം, ഡീൽ ചെയ്യാം. അപ്പം ഇത് ഈ ഒരു ഏജിന്റെ ഒരു ഇഷ്യൂ ആണ്. ഓക്കെ, അപ്പൊ ഈ രണ്ട് കാര്യമാണ് ആദ്യം നിങ്ങൾ ഏജിനെ കുറിച്ച് അറിയേണ്ടത്. ഒന്ന് സെൻസ് ഓഫ് സെൽഫ് ഡെവലപ്പ് ചെയ്യുക, ഒന്ന് നമുക്ക് ഓപ്പോസിറ്റ് സെക്സിനോട് ഒരു അട്രാക്ഷൻ തോന്നുക എന്നുള്ളത്. ഇത് രണ്ടും ഇതിനകത്തുണ്ട്. ഒരുപാട് കാര്യമുണ്ട്, പക്ഷെ ഇത് മെയിൻ കീ പോയിന്റ്സ് ആണ് കേട്ടോ. പിന്നെ